ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. പൂജന്തം ശ്രീരാമ രാമ രാമ മധുരം സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ആപദാമഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ പ്രത്യേകിച്ച് കേരളീയർക്കിടയിൽ ഉള്ളൊരു വിശ്വാസമാണ് രാമായണ പാരായണം കർക്കിടകത്തിൽ നടത്തുക എന്നുള്ളത്. ശരിക്കും കർക്കിടകത്തിൽ മാത്രമാണോ രാമായണം വായിക്കാൻ പാടുള്ളത്? അല്ല, എല്ലാ ദിവസവും രാമായണം വായിക്കുന്നത് നല്ലതാണ്. രാമായണം എല്ലാ ദിവസവും ഒന്നുമില്ലെങ്കിലും ഒരു പേജെങ്കിലും വായിക്കുന്നത് ഉത്തമം. അപ്പോൾ ഇപ്പോൾ പക്ഷേ നമ്മുടെ കേരളത്തിൽ കാണുന്നത് കർക്കിടക മാസമാകുമ്പോൾ എന്തെന്നില്ലാത്തൊരു എനർജിയാണ്. ഒന്ന് കർക്കിടക മാസം ആയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തിനാണത്? പണ്ട് കർക്കിടക മാസം ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു. കാരണം കോരിച്ചൊരിയുന്ന മഴയും മറ്റു ദുരിതങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഭഗവാനെ കർക്കിടകത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാർ ഇന്നെന്താ വെച്ചാൽ അവരുടെ തലമുറയിൽപ്പെട്ട ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് കർക്കിടകം വേഗം ആയിട്ടുണ്ടെങ്കിൽ ആ രാമായണം വായിക്കായിരുന്നു. അപ്പോൾ കർക്കിടകത്തിന് രാമായണ മാസം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ഒരു കൂട്ടി മാസങ്ങളുണ്ട്. അതിൽ കർക്കിടകത്തിന് രാമായണ മാസമായിട്ടും ചിങ്ങത്തിന് കൃഷ്ണമാസവുമായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാമായണ പാരായണം ചെയ്യാൻ നിരവധി ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അറിയുന്ന ഒരുപാട് ആൾക്കാർ വായിക്കുന്നു. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് വായിക്കാൻ വരുമ്പോൾ ഒരു പേടിയുണ്ട്. എന്തുകൊണ്ടെന്നറിയാം? അത് വായിക്കുമ്പം എന്തെങ്കിലും ദോഷമാവോ, അത് എന്തൊക്കെയാണ്, അതിൻ്റെ നിയമങ്ങൾ എന്താണ്, അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് അവർക്ക് ഭയം ഉണ്ടാകുന്നത്. അത് ഈ തരത്തിൽ അവർക്ക് സംശയം വരുന്നതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക കൂട്ടായ്മ ഒരു കാര്യം തീരുമാനിച്ചു. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, രാമായണം വായിക്കാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് പോലും പല സംശയങ്ങളുണ്ട് രാമായണം വായിക്കുമ്പോൾ. അപ്പോൾ എന്ത് വേണം? നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങോട്ട് അയച്ചു തരിക, അതിന് ശാശ്വതമായൊരു മറുപടി തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനുവേണ്ടി ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ തന്നെ നമ്മുടെ ആധ്യാത്മിക കുടുംബം എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെ ചോദ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇറക്കിയപ്പോഴും നിരവധി ആൾക്കാർ നിരവധി ചോദ്യങ്ങൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്നത്. അപ്പോൾ ഈ ഉള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചുരുങ്ങിയതൊരു 5 ചോദ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്നതാണ് ഒരു 5 ചോദ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും രാമായണം വായിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ നിലവിൽ രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാം, രാമായണം വേണോ വായിക്കണോ വേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫസ്റ്റത്തെ ചോദ്യം വന്നെന്നറിയാം. രാമായണ പാരായണം ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. രാമായണ പാരായണം ആരംഭിക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ്? എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചാൽ രാമായണ പാരായണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഗണപതിയെ വന്ദിച്ചിട്ട് കൊണ്ടാണ് ചെയ്യാൻ. രാമായണം എന്നല്ല, ഏത് ഗ്രന്ഥം പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഒരു വിദ്യാർത്ഥി അവൻ്റെ വിദ്യ ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് അതിനുശേഷം സരസ്വതിയെ പ്രാർത്ഥിച്ച് പിന്നെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കണം, അതിനോടൊപ്പം ഗുരുവിനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാമായണം വായിക്കുമ്പോഴായാലും ആദ്യം എന്ത് വേണം? ഈ പറയുന്ന ഗണപതിയെ വന്ദിക്കണം. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിൻ്റെ ആദ്യ ഭാഗത്ത് നോക്കൂ, ഫസ്റ്റത്തെ വരി എന്നറിയോ? ഹരിശ്രീ ഗണപതയേ നമ എന്നാണ് തുടങ്ങുന്നത്. പിന്നെ സരസ്വതിയെയും ഗുരുവിനെയും ഒക്കെ വന്ദിക്കുന്നു. അതോടൊപ്പം ഇഷ്ടദേവതാ മന്ത്രം, നിങ്ങളുടെ ഇഷ്ടദേവത ഏതാണോ അതിനെ കൂടി പ്രാർത്ഥിച്ചിട്ട് വേണം രാമായണ പാരായണം ചെയ്യാൻ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും രാമായണം വായിക്കാൻ പറ്റുമോ എന്നാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്ന രീതിയിലായിരിക്കും. നമുക്കിവിടെ ഒരു കാര്യം ചിന്തിക്കാം, രാമായണത്തിന് അല്ലെങ്കിൽ പുണ്യഗ്രന്ഥം വായിക്കാൻ ജാതീയതയില്ല. ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് വായിക്കാം, ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് വായിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും നമുക്കില്ല. ഹിന്ദുക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലായാലും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലും പഠിക്കുന്നതിലും ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല, ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും രാമായണം വായിക്കാം. എല്ലാവർക്കും വായിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്കും വായിക്കാം, മുതിർന്നവർക്കും വായിക്കാം, സ്ത്രീകൾക്കും വായിക്കാം, പുരുഷന്മാർക്കും വായിക്കാം, എല്ലാവർക്കും വായിക്കാം. അതിലൊന്നും യാതൊരുവിധ വിഷമവുമില്ല. പിന്നെ ചോദിക്കുന്ന വെച്ചാൽ കർക്കിടകത്തിൽ ഏത് സമയത്താണ് രാമായണം വായിക്കേണ്ടത് എന്നുള്ളതാണ്. കർക്കിടകത്തിൽ ഇന്ന സമയത്ത് വായിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇത് വായിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്രീരാമന് വേണ്ടിയിട്ടാണോ? ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടാണോ? ഹനുമാന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല, വായിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഗുണത്തിനും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. ശരിയാണല്ലോ. അങ്ങനെയാണ് പിന്നെ നമ്മുടേതായ സമയത്ത് വായിക്കാം. കുളിക്കുന്നതിനൊരു സമയമുണ്ടോ? നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് കുളിക്കാം. നമുക്കിഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. നമുക്കിഷ്ടമുള്ള സമയത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിനുള്ള സമയത്ത് നമുക്ക് രാമായണം വായിക്കാം. അത് രാത്രിയാണെന്നോ പകലാണെന്നോ ഉച്ചയാണെന്നോ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് രാമായണം വായിക്കാം. അതിനൊന്നും ഒരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നർത്ഥം. 4-ാമത്തെ ചോദ്യം, ഏത് ഭാഗത്ത് തിരിഞ്ഞിരുന്നാണ് രാമായണം വായിക്കേണ്ടത് എന്നാണ്. ഇത് നല്ലപോലെ അറിയുന്ന ആൾക്കാർ, രാമായണം വായിക്കാൻ നല്ലപോലെ അറിയുന്ന ആൾക്കാർക്കും ഈ ഒരു സംശയം ഉണ്ടാവും. പലരും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയില്ല, എന്നാലും അതിനൊരു വിധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും ലക്ഷ്മണനും, ഹനുമാൻ സ്വാമിയല്ല, ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെ നമ്മളൊരു ഫോട്ടോ വെക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിഷ്ഠ നടത്തുകയാണെങ്കിൽ അവരുടെ ദൃഷ്ടി കിഴക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അവരെ കിഴക്കോട്ട് തിരിഞ്ഞ് നിർത്തിയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഏതെങ്കിലും വേദിയിൽ ഒരു ഫോട്ടോ വെക്കുന്നതിന് പോലും അത് കിഴക്കോട്ട് മുഖം വരുന്ന വിധത്തിൽ വെക്കണം. അപ്പോൾ അവരൊക്കെ ഈശ്വരന്മാരായി സങ്കല്പിച്ചിട്ടാണ് നമ്മൾ അവരുടെ ഫോട്ടോ വെക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ദാസന്മാരിരിക്കേണ്ടത് എവിടെയാ? ആ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്താണ്. അപ്പോൾ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്ത് ഒരു ദാസൻ ഇരിക്കുന്നുണ്ട്, പ്രധാനമായിട്ടൊരു ദാസനുണ്ട്. ആരാ? ഹനുമാൻ സ്വാമി. നമുക്ക് ഫോട്ടോ കണ്ടാൽ അറിയാം. അവർ 3 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലതുവശത്ത് ശ്രീരാമൻ്റെ വലത് കൈയുടെ ഭാഗത്ത് ഹനുമാൻ സ്വാമി ശ്രീരാമനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വലത് ഭാഗത്ത് ശ്രീരാമനെ നോക്കിക്കൊണ്ട് പുറംതിരിഞ്ഞിട്ടിരിക്കാൻ പാടില്ല. ഈശ്വര സങ്കല്പത്തിന് പുറംതിരിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ഭഗവാന്റെ മുമ്പിൽ വടക്കോട്ട് നോക്കിയിരുന്ന് വേണം പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ. അത് ഏത് ഗ്രന്ഥങ്ങളായാലും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വടക്കോട്ട് നോക്കിയിരിക്കുന്ന വിധത്തിൽ ചെയ്യുന്നതാണ് ഉത്തമം. ഇതിൽ വേറെയും കാര്യങ്ങളുണ്ടേ. നമ്മുടെ ഈ പാരായണം ചെയ്യുന്നത് പരമാവധി നമ്മൾ പുലർച്ചയായിരിക്കും. എന്ന് വെച്ചാൽ സരസ്വതി യാമത്തിൽ പാരായണം ചെയ്ത് വളരെ ഗുണമാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് ഈ തലയുടെ ഈ ഭാഗത്താണ് വിദ്യാഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദ്യാഗ്രന്ഥി ഉണർന്നിരിക്കുന്ന സമയമായിരിക്കും, ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമായിരിക്കും പറയുന്നത്. ഈ പുലർച്ചെ സൂര്യോദയത്തിന് 48 മിനിറ്റ് മുമ്പുള്ള സമയം, അത് സരസ്വതി യാമം എന്നുകൂടി പറയപ്പെടുന്നു. അപ്പോൾ ആ വലത്തേക്ക് നമ്മൾ നോക്കി ഈ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്ത് വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്നുള്ള സൂര്യ ഉദിക്കുന്ന സമയം, ആ സമയത്തുള്ള പോസിറ്റീവ് എനർജി കൃത്യമായി നമുക്കിവിടെ ഏൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ പാരായണത്തിന് വളരെയേറെ ഗുണമുണ്ടാവും. ഏത് പുണ്യഗ്രന്ഥം വായിച്ചാലും വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിച്ചാൽ പോലും ആ പഠിക്കുന്ന കാര്യം അതേപോലെ ഹൃദയസ്ഥമാക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഏതാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രാമായണം പാരായണം ചെയ്യുമ്പോൾ നിലത്തിരുന്ന് വായിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിലത്തിരുന്നിട്ട് ഒരിക്കലും വായിക്കരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ, നാമകീർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു പായ വിരിക്കണം. ചിലപ്പം അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു പായ വിരിച്ച് അല്ലെങ്കിൽ ഒരു തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഇവിടെ നിലത്തിരുന്ന് വായിക്കണമോ എന്ന് ചോദിക്കുന്ന ചെറിയ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇതേപോലെ തന്നെ തറയിലിരിക്കുന്നതിനല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ചിലപ്പം നടുവിന് അസുഖമുണ്ട്, മുട്ടുവേദനയുണ്ട്, മുട്ട് മടങ്ങാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കസേര ഇട്ടിട്ടോ അവർക്ക് എങ്ങനെയാണ് സുഖത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നത് ആ വിധത്തിൽ എങ്ങനെ വേണമെങ്കിലും ഇരുന്നിട്ട് പാരായണം ചെയ്യാം. അതിലൊന്നും ഒരു തെറ്റില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗുണത്തിനനുസരിച്ച് ഇരുന്നിട്ട് നമുക്കത് ചെയ്യാം, ഒരു തെറ്റുമില്ല. ഇനി 7-ാമത്തെ ചോദ്യം,
രാമായണം വായിക്കുന്നതിന് അടുത്തായി നിലവിളക്ക് കത്തിച്ച് വെക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നിലവിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും. അതിൻ്റെ അടുത്ത് ഒരു പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ കൂടി വെക്കാൻ പറ്റിയാൽ ഉത്തമമായി. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതായി തോന്നും. വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, വെച്ചാൽ അതൊരു ഗുണമാണ്. കാരണം നമുക്കത് നല്ലൊരു എനർജി ഉണ്ടാവും, ആ ഭഗവാൻ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. രാമായണം പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ, ഏത് പുണ്യഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ ഒരു ആത്മീയമായ അന്തരീക്ഷം ആ ചുറ്റും ഉണ്ടാക്കണം. ഒരാൾ കാണുമ്പോഴായാലും അല്ലെങ്കിലും ആ അന്തരീക്ഷം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മൾ സ്വതവേ നമ്മളൊരു കഥാപുസ്തകം വായിക്കുമ്പോൾ, ഒരു പത്രം വായിക്കുന്ന പോലത്തെ ഒരു ലാഘവം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കുന്നത് ഉത്തമമാണ്. അതേസമയത്ത് ഏത് സമയത്തായാലും, ഉച്ചക്ക് വായിക്കുമ്പോഴായാലും ഏത് സമയത്തായാലും ആ സമയത്ത് ഒരു നിലവിളക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ കത്തിച്ച് വായിക്കണമെന്ന്, കത്തിച്ചിട്ടേ വെക്കാവും വായിക്കാവും എന്നൊരു നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കുട്ടികൾ രാമായണം വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. എന്നാലും വേണമെങ്കിൽ വിളക്ക് കൊളുത്താൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഇല്ലെങ്കിലും സാരില്ല. അടുത്ത ചോദ്യം, രാമായണം വായിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ വായിക്കണമെന്ന് പറയാൻ കാരണമെന്ത് എന്നാണ് പറയുന്നത്. രാമായണം വായിക്കുമ്പോൾ എപ്പോഴും ഉയർന്ന ശബ്ദത്തിൽ തന്നെ വായിക്കണം. എന്തെന്നാൽ ഈ രാമായണത്തിലുള്ളത് താരക മന്ത്രമാണ്. ആ രാമായണത്തിലുള്ളത് തന്നെയാണ് ഗായത്രിയിലുള്ള ആ മന്ത്രത്തിൻ്റെ വിശാലമായ ഒരു പതിപ്പാണ് ഈ പറയുന്ന രാമായണ പാരായണം. മന്ത്രങ്ങളുടെ മാതാവ് എന്ന് പറയപ്പെടുന്നത് ഗായത്രിയാണ്. അപ്പോൾ ആ ഗായത്രിയുടെ വിശാലമായിട്ടുള്ള പതിപ്പ്, മന്ത്രങ്ങൾ ചുരുക്കി വളരെ ശക്തിയോടുകൂടിയാണ് ഗായത്രി ഉള്ളത്. അപ്പോൾ അതിന് വിശദീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് രാമായണ പാരായണം. എന്നുവെച്ചാൽ താരക മന്ത്രം തന്നെയാണ് രാമമന്ത്രം എന്നർത്ഥം. ഇതിൽ എല്ലാ വരികളിലും ഈ രാമമന്ത്രം നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഉച്ചത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലേക്കും ഇതിൻ്റെ മന്ത്രധ്വനികൾ എത്തിച്ചേരുകയും അവിടെയൊക്കെ തന്നെ അതിനൊരു പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കി തരികയും നമ്മുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോവുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഉച്ചത്തിൽ വേണം രാമായണം പാരായണം ചെയ്യാൻ എന്നർത്ഥം. അടുത്ത ചോദ്യം, രാമായണം വായിച്ചു നിർത്തുമ്പോൾ വലതുവശത്ത് തന്നെ നിർത്തണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് രാമായണത്തിലെ വലതുവശത്തന്നെ നിർത്തണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടല്ല. എന്നാൽ എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കാണുന്ന നമ്മൾ വലതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വലതിന് പ്രാധാന്യം കൊടുക്കുക വെച്ചാൽ നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഒരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന സ്ത്രീയും പുരുഷനും ആദ്യം വലത് കാല് വെച്ചിട്ട് കയറി വരുന്നു. ഏതെങ്കിലും ശുഭകർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ വലത് കാല് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ രാവിലെ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്നത് വലത് വശത്ത് ചെരിഞ്ഞിട്ട് കിടന്ന് അതിനുശേഷം വേണം എഴുന്നേൽക്കാൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വലത് വശത്തിന് ഒരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ, എന്തെങ്കിലും ശ്രേഷ്ഠമായ കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത് വലതുവശത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വലതുവശം ചെരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സയൻറ്റിഫിക്കായിട്ടും അതിലൊരു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇടതുവശം ചെരിഞ്ഞ് കിടക്കുകയും എഴുന്നേൽക്കുമ്പോൾ വലതുവശം ചെരിഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇടതുവശത്താണ് നമ്മുടെ ഹൃദയമുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിച്ചിട്ട് ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത്. എന്നാൽ രാത്രി കിടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സ്ഥിതികോർജ്ജമാണ്, ചലനമില്ലാതെ കിടക്കുകയാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിലുള്ള ബ്ലഡ് വളരെ കൃത്യമായ പ്രവർത്തനം നടക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നു. എന്നാൽ അവിടെ കിടന്നിടത്ത് നമ്മൾ പ്രവർത്തനത്തിലേക്ക് നീങ്ങുവാണ്. പ്രവർത്തനത്തിലേക്ക് എന്ന് വെച്ചാൽ സ്ഥിതികോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നൊരു സമയം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നേരെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് 2 മിനിറ്റ് നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് വേണം പിന്നെ എഴുന്നേൽക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലതിന് വലിയ പ്രാധാന്യം, ഒരുപാട് കാര്യങ്ങൾക്ക് വലത് നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം, നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്തേക്കാണ് പോവുക, നമ്മളുടെ ഭാഗത്തേക്കല്ല. വലത് കൈയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വലത്ത് വെക്കുക എന്നാണ് അവൻ പറയുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഈ പാരായണം ചെയ്യുന്ന സമയത്തും നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ വലത് ഭാഗത്ത് നിർത്തുകയാണെങ്കിൽ ഉത്തമം എന്നാണ്. എന്നാൽ ഇടത് ഭാഗത്ത് നിർത്തിയത് കൊണ്ട് വലിയ ദോഷാഫലമൊന്നുമില്ല, പക്ഷെ അതൊരു വിശ്വാസം എന്ന് മാത്രം. വലത് ഭാഗത്ത് അത് മുകളിൽ നിന്നും ഒരു 7 വരി കഴിഞ്ഞിട്ട് അവിടെ നിർത്തുക. പിറ്റേന്ന് വായിക്കുമ്പോഴും ആ വലത് ഭാഗത്തു നിന്ന് തുടങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ തുടങ്ങുന്നതിനാ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാനാണ്. ഏത് പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ വലതാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ വലത് ഭാഗത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വലത് ഭാഗത്ത് നിർത്തുന്നത്. അപ്പോൾ ആ വലത് ഭാഗത്ത് തുടങ്ങുമ്പോൾ എന്ത് വേണം?
ആ 7 വരി മുകളിൽ നിന്നിട്ട് 7ാമത്തെ വരി മുതലാണ് നമ്മൾ പാരായണം ചെയ്യുക. അതിൻ്റെതായ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നു അത്ര. അങ്ങനെ ചെയ്തിട്ടെങ്കിൽ ദോഷമൊന്നുമില്ല. പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ചെയ്യുന്നത് നല്ലതാണെന്ന് മാത്രം. അടുത്ത ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് തന്നെ വായിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കണം വെച്ചാൽ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ഇപ്പം വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വായിക്കാം. രാവിലെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വിദ്യാലയത്തിൽ പോകേണ്ടതാണ്. അപ്പം വൈകിട്ട് വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വായിക്കാം. വീട്ടിലുള്ള ആൾക്കാർക്ക് ഉച്ച സമയത്തായാലും വായിക്കാം. ഇനി രാവിലെ വായിക്കാൻ പറ്റില്ല, വൈകിട്ട് എത്തുമ്പോൾ ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത്, വീട്ടിലെത്തുമ്പോൾ 9 മണിയാവും 10 മണിയാവും, എന്നാലും വായിക്കാം, ഒരു തെറ്റുമില്ല. അപ്പോൾ അതിന് നിശ്ചിത സമയമൊന്നുമില്ല. ഏത് സമയത്ത് വായിച്ചാലും ദോഷമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അടുത്ത ചോദ്യം, രാമായണം വായിക്കുമ്പോൾ അക്ഷരം തെറ്റിയാൽ പാപമാണോ? ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം. എന്തെന്നാൽ നമ്മൾ ഒരാൾ രാമായണം വായിക്കാൻ തുടങ്ങുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ രാമായണം വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നിരിക്കും. അപ്പോൾ പറയും, രാമായണം വായിക്കുന്നത് ശരി, പക്ഷെ അക്ഷരം തെറ്റാൻ പാടില്ല, അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അത് മഹാപാപമാണ്. ഇങ്ങനെ പറയും ചില ആൾക്കാർ. ഇതിൻ്റെ ദോഷം എന്താണെന്ന് അറിയാം? ആ കുട്ടികൾ അല്ലെങ്കിൽ ആ വായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലും രാമായണം തൊട്ട് നോക്കില്ല. കാരണം എന്താ? ഇത് വായിക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ മഹാപാപമാവും. അപ്പോൾ നമ്മളെന്തിനാ പാപം ചെയ്യുന്നത്? പാപം ചെയ്യാതിരുന്ന പോലെ, അതുകൊണ്ട് വായിക്കുന്നില്ല. ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ആൾക്കാരെ പുറകോട്ടടിപ്പിച്ചത്. ഏത് കാര്യം ചെയ്യുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു, രാമായണം വായിക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ തെറ്റാൻ പാടില്ല, തെറ്റിയ പാപമാണ്. അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് നമ്മുടെ തലമുറയിൽപ്പെട്ട ഒരാളും ഇത് വായിക്കാൻ വേണ്ടി വന്നില്ല. ഇത് തൊടാൻ പോലും പേടിച്ചു. അതുകൊണ്ടാണ് നമ്മളെല്ലാം പുറകോട്ടടിച്ചു പോയത്. പക്ഷെ ഇന്നത് മാറി. നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആചാര്യന്മാർ തന്നെ വന്നപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റിപ്പോയ സാരമില്ല. കാരണം ഒരു കുട്ടി നടക്കുന്ന സമയത്ത് വീഴും, നടക്കാൻ പഠിക്കുമ്പോൾ പിച്ച് വെച്ച് നടക്കുമ്പോൾ വീഴും, ഉറപ്പാ. എന്നാലും അമ്മ പറയും, മോനെ നടക്കുന്നല്ലേ പറയില്ല, ഇതാ ഞാൻ പിടിക്കാൻ നീ നടന്നോളൂ. അമ്മയുടെ ബലത്തിലാണ് നടക്കുന്നത്. അതുപോലെ ഞങ്ങൾ പറയാണ്, നിങ്ങൾ ധൈര്യത്തിൽ വായിച്ചോളൂ, തെറ്റിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഒരു പാപവും ലഭിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, സന്ധ്യയ്ക്ക് ശേഷം രാമായണം വായിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്? ഇതും നിരവധി ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. ഈ സന്ധ്യാവേളയിൽ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത്, കാരണം നമ്മൾ എവിടെ രാമായണം പാരായണം ചെയ്യുന്നു, ആരൊക്കെ പാരായണം ചെയ്യുന്നു, അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സന്ധ്യയ്ക്ക് രാമായണം വായിക്കുമ്പോൾ ആ സമയത്ത് ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനം ചെയ്യുന്നത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സന്ധ്യയ്ക്ക് വായിക്കരുതെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞ് പരത്തുന്നുണ്ട്. എന്നാൽ അതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല. എന്തുകൊണ്ടെന്നറിയോ? ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനം ചെയ്യുന്നത് എല്ലാവരും വായിക്കുന്ന സമയത്ത് അവിടെ എല്ലാം ഹനുമാൻ സ്വാമി വരുന്നില്ലേ പറഞ്ഞേ. ഇപ്പം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും, വേറെ ആൾ വായിക്കുമ്പോൾ അവിടെ വരും. എല്ലാവരും ഒന്നിച്ച് വായിക്കുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരുപാട് ഹനുമാന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു ഹനുമാൻ സന്ധ്യാവന്ദനം ചെയ്താൽ പോരെ? എല്ലാ ഹനുമാന്മാരും ഒന്നിച്ച് പോവുക സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടിയിട്ട്? തെറ്റ്. എന്നിട്ട് രണ്ടാമതൊരു കാര്യം വെച്ചാൽ, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, ഹനുമാന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല. രാമായണം വായിക്കുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയില്ല, ഹനുമാന്റെ ഗുണത്തിനോ ശ്രീരാമന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് വായിക്കാൻ പാടില്ല, ഹനുമാൻ സ്വാമി ഭക്ഷണം കഴിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ഭക്ഷണം മുട്ടിപ്പോകും. രാവിലെ വായിക്കാൻ പാടില്ല, രാവിലെ ഹനുമാൻ സ്വാമി ഈ പ്രഭാതവന്ദനം ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രഭാതവന്ദനം നിന്ന് പോകും. 4 മണിക്ക് വായിച്ചുകൂടെ, ആ സമയത്ത് ഹനുമാൻ സ്വാമി ചായ കുടിക്കുന്ന സമയമാണ്, അതും നിന്ന് പോകും. ഇങ്ങനെ പറഞ്ഞുകൂടെ? അപ്പോൾ അതൊന്നും വിഷയമല്ല. ഹനുമാൻ സ്വാമിയുടെ കർമ്മം, ഹനുമാൻ സ്വാമി 24 മണിക്കൂറും രാമമന്ത്രം ജപിക്കുന്ന സ്വാമിയാണ്. അപ്പോൾ അങ്ങനെ രാമമന്ത്രം ജപിക്കുന്ന ആൾക്കാർക്ക് സന്ധ്യാവന്ദനത്തിനൊന്നും നമ്മൾ ഈ ഒരു പ്രസക്തിയെ കണക്കാക്കുന്നില്ല. ഹനുമാൻ സ്വാമി ഭക്തന്മാരുടെ അരികിൽ എപ്പോഴും ഉണ്ടാകും. അത് സന്ധ്യാവന്ദന സമയത്ത് ഹനുമാൻ സ്വാമി എന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും, എൻ്റെ ഹനുമാനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ സന്ധ്യക്ക് വിളിച്ചുകൂടെ, ഹനുമാൻ സ്വാമി ഇപ്പം ഡ്യൂട്ടിയിലാണെന്നല്ലേ പറയാൻ പറ്റുക. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വായിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം, കർക്കിടകത്തിൽ മാത്രമേ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. കർക്കിടകത്തിൽ മാത്രമല്ല, എപ്പോഴും വേണമെങ്കിലും വായിക്കാം. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ വെച്ചാൽ എല്ലാ ദിവസവും ഒരു 2 പേജ് മാത്രം സന്ധ്യാസമയത്ത് വായിക്കും, ചിലപ്പോൾ രാവിലെയും വായിക്കും.
അത് ഇങ്ങനെ നിത്യവും വായിക്കുമ്പോൾ നിത്യപാരായണമാണ് ഏറ്റവും നല്ലത്. കർക്കിടക പാരായണമല്ല. കർക്കിടക പാരായണം സീസൺ ഭക്തിക്കാർക്കുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിത്യപാരായണം ചെയ്യുന്നത് കുടുംബത്തിൽ വളരെയേറെ ഐശ്വര്യം ഉണ്ടാക്കുക ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും രാമായണം വായിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം, രാമായണം വായിച്ചാൽ ഒരു അധ്യായം പൂർണ്ണമായും വായിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഇതല്ലേ, ദിവസം 2 പേജ് വെച്ച് വായിച്ചാലും മതി. വായിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യായം പൂർണ്ണമായിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഒരു ഖണ്ഡിക പൂർണ്ണമാക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് സമയമുണ്ടെങ്കിൽ രാമായണം പൂർണ്ണമായിട്ടും വായിച്ചു ഒരു ദിവസം കൊണ്ടല്ലേ. സമയമില്ലേ 2 പേജ് വായിച്ചാലും ദോഷമില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. അതിലെല്ലായിടത്തും രാമമന്ത്രമുള്ളത്. ഒരു വരി വായിച്ചപ്പോൾ അതിൽ രാമമന്ത്രം ഉണ്ടാവും. പിന്നെ എന്താ വിഷയം? രാമമന്ത്രം ജപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അർത്ഥമറിഞ്ഞും പദമറിഞ്ഞും വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. 5ാമത്തെ ചോദ്യം, ഈ ചോദ്യം എന്നറിയാം എല്ലാവർക്കും പുതിയതായിട്ട് വായിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. കർക്കിടകത്തിൽ രാമായണം വായിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ദോഷമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു കാര്യം കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നറിയാം, ഈ രാമായണം വായിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നത്. കാരണം എന്താ, അവർക്ക് ഒരു പേജ് വായിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1/2 മണിക്കൂർ പിടിക്കും. അറിയുന്ന ആൾക്കാർക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് വായിച്ച് തീരുമ്പോൾ മറ്റുള്ളവർ 1/2 മണിക്കൂർ എടുക്കും. അപ്പോൾ കർക്കിടകത്തിൽ അത് വായിച്ച് തീർക്കാൻ പറ്റും. 15,000 ചില്ലാൻ ശ്ലോകങ്ങളുണ്ട്, വായിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ചിന്തിക്കും, ഞാൻ വായിച്ചു കഴിഞ്ഞാൽ കർക്കിടകത്തിൽ തീരില്ല. അപ്പോൾ തീരാത്തതുകൊണ്ട് എന്തായി, അത് പിന്നീട് ദോഷമായി തീരും. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ ശ്രമിക്കും, പക്ഷെ പറ്റുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, കർക്കിടകത്തിൽ വായിച്ച് തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് നല്ലതായിരുന്നു, അത് മുഴുവൻ വായിച്ച് തീർക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കരുത് 50 പേജാണോ 100 പേജാണോ വായിക്കാൻ പറ്റുന്നത്, അത് വായിച്ചാൽ മതി, അത് തെറ്റൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കർക്കിടകം കഴിഞ്ഞിട്ടും അത് വായിച്ചങ്ങ് പോകാം. നമ്മൾ കർക്കിടകത്തിൽ വായിക്കാൻ തുടങ്ങി, ആ കർക്കിടകത്തിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് അത് നമുക്ക് അങ്ങനെ വായിച്ചു പോകാം. അത് കർക്കിടകം കഴിഞ്ഞു, ചിങ്ങം കഴിഞ്ഞു, തുലാത്തിലായാലും അതങ്ങ് വായിച്ചു പോകാം, തീരുന്നവരെ വായിച്ചോളൂ. പറ്റുമെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങ് വായിച്ചോളൂ, അതും തെറ്റില്ല, അതും നല്ലതാണ് എന്നർത്ഥം. അടുത്ത ചോദ്യം, പുല വാലായ്മ ഉള്ളവർക്ക് രാമായണം വായിക്കാൻ പാടുണ്ടോ? ഇതും നിരവധി ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ്. കർക്കിടകത്തിൽ തന്നെ നമ്മൾ വായിക്കാൻ വേണ്ടി തയ്യാറായി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വാലായ്മയോ ഒരു പുലയോ വന്നു എന്നിരിക്കട്ടെ, അപ്പോഴാണ് രാമായണം വായിച്ചുള്ളല്ലോ എന്ന് പറയുന്നത്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാരണവശാലും പുലയോ വാലായ്മയോ ഉണ്ടാകുമ്പോൾ രാമായണം വായിക്കാതിരിക്കരുത്. നിർബന്ധമായിട്ടും വായിക്കണം. അയ്യോ, അത് മഹാഭാവല്ലേ, എങ്ങനെ ഭാഗമാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാമായണം എവിടെയൊക്കെ വായിക്കുന്നുണ്ട്? മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ തലക്ക് മുകളിൽ ഇരുന്നിട്ട് പോലും രാമായണം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ മരിച്ച വീട്ടിലെ ആ ശവത്തിൻ്റെ അരികിൽ ഇരുന്നിട്ട് രാമായണം വായിക്കാമെങ്കിൽ, ആ മരിച്ച വീടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഏതോ വീട്ടിൽ രാമായണം വായിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. രാമായണം ശുദ്ധിയെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തെ പോലും ശുദ്ധിയാക്കും, മനസ്സിനെ ശുദ്ധമാക്കും, ആത്മീയമായിട്ട് ശുദ്ധി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള രാമായണം നമ്മൾ വായിക്കലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുന്നേ മരണ വീട്ടിൽ വായിക്കേണ്ട ഭാഗത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മരണ വീട്ടിൽ എങ്ങനെയാണ് ഏത് ഭാഗമാണ് രാമായണം വായിക്കേണ്ടത്, എന്തിനാണ് മരണ വീട്ടിൽ രാമായണം വായിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കേട്ടില്ലേ? ഇനി അടുത്ത ചോദ്യം, രാമായണം പകുത്തു വായിക്കുന്നത് എന്തിനാണ്? ഇത് ഒരു മാനസികമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ. രാമായണം നമ്മൾ പകുത്തു വായിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പുസ്തകം എടുത്തു, എന്നിട്ട് നമ്മൾ ഭഗവാന്റെ ഗണപതിയെ നല്ലപോലെ ധ്യാനിച്ചു, എന്നിട്ട് നമ്മൾ മെല്ലെ അത് പകുത്തെടുക്കുമ്പോൾ വലത് ഭാഗത്ത് 7 വരി മുകളിൽ താഴോട്ട് എണ്ണിയിട്ട് അവിടെ അങ്ങോട്ട് വായിക്കും. ആ വായിക്കുന്ന ഭാഗം അന്നത്തെ ദിവസത്തെ നിയോഗമാണെന്നർത്ഥം. അന്ന് ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പോകുന്നിരിക്കട്ടെ, ഇത് നടക്കുമോ ഇല്ലയോ ഒരു സംശയം, ഞാൻ പോയി കഴിഞ്ഞാൽ വിജയിക്കുമോ, ഉടനെ രാമായണം പകുത്തെടുക്കാം, എന്നിട്ട് നമ്മൾ താഴോട്ടേക്ക് എണ്ണുക. അവിടെ നിന്ന് നമ്മൾ 2 പേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണമെന്ന്. കൃത്യമായിരിക്കുന്നത് യാതൊരു സംശയമില്ല. നമ്മൾ ജോലിസ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടി, ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത് ഞാൻ ജയിക്കുമോ, അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യണം, ഞാൻ അത് അവിടെ പോകണോ വേണ്ടയോ, ഇതല്ല എന്താണോ, അല്ലെങ്കിൽ ആ ദിവസത്തെ കാര്യങ്ങൾ ഇന്ന് നിനക്ക് എങ്ങനെയായിരിക്കും അവസ്ഥ, എല്ലാം അവിടെ ഉണ്ടാകും. വീട്ടിൽ തന്നെ നമുക്കിന്ന് സന്തോഷമുള്ളതാണോ ദുഃഖമുള്ളതാണോ, ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നെല്ലാം തന്നെ ഈ പകുത്തെടുത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ജ്യോതിഷമായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ രാമായണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
അടുത്ത ചോദ്യം, സാധാരണഗതിയിൽ രാമായണം പാരായണം ചെയ്ത് നിർത്തേണ്ടത് ഏത് ഭാഗത്താണ്? ഒരധ്യായമാണോ അല്ല വലത് ഭാഗത്താണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നിത്യപാരായണത്തിനാണെങ്കിൽ അങ്ങനെ ഒരു കണക്കേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അധ്യായത്തിൽ പറഞ്ഞ് നിർത്താം, ഒരു അധ്യായം നിർത്തിയ അല്ലെങ്കിൽ വലത് ഭാഗത്തും നിർത്തുക, എങ്ങനെ വേണമെങ്കിൽ നിർത്താം. അത് നമ്മുടെ സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ടാണ്. നമുക്കൊരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു അധ്യായത്തിലാണ് കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നറിയാം, നിങ്ങൾ എവിടെയെങ്കിലും പാരായണം ചെയ്ത് നിർത്തുമ്പോൾ ശുഭകരമായ സ്ഥലത്ത് നിർത്തണം എന്ന് പറയാറുണ്ട്. അതിലൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. കാരണം പിറ്റേ ദിവസം നമുക്ക് ശുഭകരമായ ഭാഗം തുടങ്ങാനുണ്ട്. ശുഭകരമായ ഭാഗത്ത് നിർത്തുന്നത് നല്ലതാണ്, തെറ്റായിട്ടല്ല. ഉദാഹരണം, നമ്മളിപ്പോൾ അയോധ്യാകാന്ഡത്തിൽ എടുത്തു നിൽക്കട്ടെ, ആദ്യത്തെ കുറച്ച് ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എവിടെയും ശുഭകരമായിട്ടുണ്ടാവില്ല. അത് ദശരഥൻ്റെ ചരമഗതിയും ശ്രീരാമൻ്റെ വനത്തിപ്പോക്കും എല്ലാം ആണുള്ളത്. അവിടെ എവിടെ ശുഭം എന്ന് പറയാൻ പറ്റുക? പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നില്ല, രാമായണത്തിൽ എല്ലായിടത്തും ശുഭമേ ഉള്ളൂ. ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാര്യം നോക്കുമ്പോൾ അത് അശുഭമായിട്ട് തോന്നുമെങ്കിലും എല്ലാം ശുഭമാണ്. എന്തുകൊണ്ടാണ്? രാമൻ വനത്തിലേക്ക് പോകുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? രാവണനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ രാമൻ വനത്തിലേക്ക് പോകുന്നത് നമ്മളെ സംബന്ധിച്ചോളം ശുഭകരമാണ്. പക്ഷെ ദശരഥനെയും മറ്റും സംബന്ധിച്ച് നോക്കുമ്പോൾ അശുഭകരമാണ്. ദശരഥൻ്റെ മരണം സ്വതവേ ഒരു ദുഃഖകരല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇത് ആത്മീയവാദികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും അത് ഗുണകരമാണ്. കാരണം എന്താ? മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും മരിക്കും. ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരാൾ മരിക്കില്ലേ? ഉറപ്പാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെയായാലും സംഭവിക്കും. അതെങ്ങനെ അശുഭമാകുന്നത്? ഈ പറഞ്ഞത് എനിക്കായാലും ഈ കേൾക്കുന്ന നിങ്ങൾക്കായാലും അത് ഉറപ്പാണ്, മരണമുണ്ട്. അത് എപ്പോഴായാലും സംഭവിക്കും. പിന്നെ അത് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതും ദുഃഖകരമല്ല. അപ്പോൾ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം രാമായണത്തിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അശുഭമായിട്ടുള്ള ഒന്നുമില്ല, എല്ലാം ശുഭമായി കാണാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ആ വിഷയമില്ല. അപ്പോൾ ശുഭകരമായ ഭാഗത്ത് തന്നെ നമുക്ക് നിർത്തുകയും ചെയ്യാം. പക്ഷെ സമയമുണ്ടെങ്കിൽ ഒരു അധ്യായത്തിൽ നിർത്തുന്നതാണ് ഉത്തമം. ഇല്ല എങ്കിൽ വലത് ഭാഗത്തുള്ളൊരു പേജിൽ അവിടെ നിർത്തുന്നതാണ് നല്ലത് എന്നർത്ഥം. പിന്നെ ചോദ്യം, നമ്മുടെ വീട്ടിൽ ഒരാൾ വായിച്ചതിൻ്റെ ബാക്കി മറ്റൊരാൾ വായിക്കാൻ പാടുണ്ടോ എന്നാണ് പറയുന്നത്. വീട്ടിൽ നമ്മൾ രാമായണം വായിക്കുന്നു, അപ്പോൾ ഒരാൾ വായിച്ചതിൻ്റെ ബാക്കി മറ്റൊരാൾക്ക് വായിക്കാൻ പാടുണ്ടോ എന്ന്? 100% വായിക്കാം. ഇത് വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ രാമായണ യജ്ഞമൊക്കെ നടക്കും. ഒരാൾ വായിച്ചതിൻ്റെ ബാക്കിയാണ് മറ്റൊരാൾ നേരം വായിക്കുക. കാരണം ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കേണ്ടതാണ്, ഒരാൾക്ക് വായിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാൾ വായിച്ചതിൻ്റെ ബാക്കി മറ്റൊരാൾ വായിക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. കാരണം ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കേണ്ടതുകൊണ്ട്. വീട്ടിലായാലും ഇപ്പം അച്ഛൻ വായിച്ചു, അതിൻ്റെ ബാക്കി അമ്മ വായിക്കുന്നു, അതിൻ്റെ ബാക്കി മക്കൾ വായിക്കുന്നു, അത് ഏറ്റവും നല്ലത്. അത് ഒരു കണ്ടിന്യൂ ഉണ്ടാവുകയും ചെയ്യും. രാമായണം പൂർണ്ണമായിട്ട് പെട്ടെന്ന് വായിച്ച് തീർക്കാനും നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് അത് തെറ്റൊന്നുമില്ല, നല്ലതാണ്. അടുത്ത ചോദ്യം, കർക്കിടക പാരായണത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം വായിക്കാൻ പറ്റിയില്ല എങ്കിൽ ദോഷമുണ്ടോ? ഇത് നല്ലൊരു ചോദ്യമാണ്. അതുകൊണ്ട് മറ്റുള്ള ചോദ്യങ്ങളെല്ലാം മോശമാണെന്നല്ല പറയുന്നത്. കാരണം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ്. കാരണം നമ്മൾ വീട്ടിൽ ഈ രാമായണം കൃത്യമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടൊരു ദിവസം വരുന്നത്. 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് രാമായണം വായിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വായിക്കാൻ സമയം കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ രാമായണം നമ്മളത്തില്ല, വീട്ടിലുമില്ല, നമ്മൾ എന്ത് ചെയ്യും? അത് ദോഷമാകില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ കർക്കിടകത്തിൽ നമ്മളില്ലാത്തതുകൊണ്ട് നമ്മൾ വായിക്കുന്നില്ല. ടെൻഷൻ അടിക്കേ വേണ്ട. 1 ദിവസമല്ല 2 ദിവസമല്ല നിങ്ങൾ അതിനടുത്ത് മുടങ്ങിപ്പോയാലും ഒരു തെറ്റുമില്ല. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ വായിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ വീട്ടിലാണ് വായിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ദിവസം വായിച്ചാൽ മതി. ആ അവസരത്തിൽ ജോലി സംബന്ധമായിട്ട് വേറെ എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് പോകേണ്ടി വന്ന് പോയിക്കോളൂ. രാമായണം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിന് മറ്റൊന്ന് വായിക്കുന്നില്ലെങ്കിൽ വായിച്ചോളൂ, അതൊന്നും ദോഷമില്ല. അതിന് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, വന്നിട്ട് വായിച്ചാൽ മതി. ഞാനൊക്കെ തന്നെ രാമായണ മാസത്തിൽ ഓരോ സ്ഥലങ്ങളിൽ രാമായണ പ്രഭാഷണവും രാമായണ സത്രവുമായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിൽ ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ വീട്ടിലുള്ള ദിവസം വീട്ടിൽ നിന്ന് രാമായണം വായിക്കും, അല്ലാത്ത ദിവസം വായിക്കാറില്ല. അതുകൊണ്ടൊരു ദോഷവുമില്ല. അവിടെ നിങ്ങൾക്കും അത്യാവശ്യം ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വീട്ടിൽ ഉള്ള സമയത്ത് വായിച്ചാൽ മതി. 11ാമത്തെ ചോദ്യം, ആർത്തവകാലത്ത് രാമായണം വായിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഇതും നിരവധി സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമാണ്. സംശയമുണ്ട്, പലർക്കും ചോദിക്കാൻ മടിയുള്ള ചോദ്യമാണ്. എന്നാൽ ഈ ആർത്തവം എന്താ ശരിക്കും പറഞ്ഞാൽ? ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണ്.
കാര്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ പിടിച്ച് മാറ്റി നിർത്തുന്നത്? ഒരിക്കലും മാറ്റി നിർത്തിയിട്ടുമില്ല. ഇതിനെക്കുറിച്ച്, ആർത്തവത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയം തീരും. ആർത്തവ സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ആ വീഡിയോയുടെ പേര്. നിങ്ങളത് കണ്ടാൽ മതി, അതിന് വിഷയമില്ല തീരും. ആർത്തവം ദൈവികമാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് അമ്മയാകാനുള്ള ദൈവാനുഗ്രഹം ഇതില്ലെങ്കിൽ അവർക്ക് അമ്മയാവാൻ പറ്റില്ല. ഉറപ്പല്ലേ? അതെല്ലാവർക്കും ഉണ്ടാവുമോ? എത്ര ആൾക്കാർക്ക് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവമുണ്ട്? ആർത്തവമേ സംഭവിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു ആർത്തവം ഉള്ളത് അത് ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ രക്തം ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ മറ്റു ജോലികളിൽ നിന്നും ഏർപ്പെടാതെ പൂർണ്ണമായിട്ടും വിശ്രമം വേണമെന്നുള്ളത് കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അവരെ മാറ്റി നിർത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ രാമായണം വായിക്കാൻ പാടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% വായിക്കാം. കാരണം എന്താ വെച്ചാൽ രാമായണത്തിന് അശുദ്ധിയില്ല എന്ന് കൃത്യമായിട്ട് എവിടെ മനസ്സിലാക്കുന്നു? രാമായണത്തിലെ പുണ്യഗ്രന്ഥങ്ങൾക്കൊന്നും അശുദ്ധിയില്ല. കാരണം മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അരികിലിരുന്നിട്ട് രാമായണം പാരായണം ചെയ്യുന്നു. സാമവേദ സൂക്തങ്ങൾ വരെ മരിച്ച വ്യക്തിയുടെ അരികിലിരുന്നിട്ട് ചെയ്യുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം നമുക്ക് വായിക്കാം, ഭാഗവതം വായിക്കാം. എവിടെ? ഈ മരിച്ച വ്യക്തിയുടെ അരികിലിരുന്നിട്ട്. അത് അശുദ്ധിയാണ്, അത് പൊലയാണ്. പൊല ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീടിന് വെളിയിൽ പോലും പോകാത്തതാണ് ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരും. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് മാത്രം ഉണ്ടാകുന്ന ഈ ആർത്തവ സമയത്ത് രാമായണം വായിക്കാൻ പാടില്ല എന്ന് ഒരു നിബന്ധനയില്ല. 100% കുളിച്ച് ശുദ്ധിയോടുകൂടി രാമായണം വായിക്കാം. അത് ആർത്തവം ഉണ്ടായാലും ഇല്ലെങ്കിലും കുളിച്ച് ശുദ്ധിയോടുകൂടി രാമായണം വായിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഒരു പേടിച്ചിട്ട് രാമായണം വായിക്കാതിരിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, രാമായണം വായിച്ച് നേരത്തെ തീർന്നാൽ എന്തു ചെയ്യും? കർക്കിടകത്തിന് 32 ദിവസമാണ് മലബാറിലുള്ളത്. മറ്റേ തെക്കൻ ഭാഗത്ത് 31 ദിവസം. ചില ആൾക്കാർ ആവേശം കൊണ്ട് ഒരു പേജുകൾ കൂടുതൽ വായിച്ചയച്ചും അങ്ങ് പോകും. അപ്പോൾ കർക്കിടകത്തിൽ വായിച്ച് തീർക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കർക്കിടകം 15 അല്ലെങ്കിൽ 20 ആകുമ്പോഴേക്ക് രാമായണം വായിച്ച് തീർന്നു. അപ്പോഴെന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ സംശയം. അതുപോലെ ക്ഷേത്രത്തിൽ ഇതേപോലെ വായിക്കും. ആ ക്ഷേത്രത്തിൽ കുറേ ആൾക്കാർ ഒന്നിച്ചാണ് വായിക്കുക. അപ്പോൾ വായിച്ചതിൻ്റെ ബാക്കി ഓരോ ആൾക്കാർ വായിച്ച് നോക്കുമ്പോഴേക്ക് കർക്കിടകം 15 ആകുമ്പോഴേക്കും ചിലപ്പം രാമായണം വായിച്ച് തീരും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും രാമായണം വായിക്കാം. രണ്ടാമതൊന്നും കൂടി വായിക്കുന്ന അവസരത്തിൽ തീർന്നില്ലേ, അതൊരു കാര്യം വിഷമമൊന്നുമില്ല. 3 തവണ വായിക്കുന്ന സ്ഥലമുണ്ട്. ഒരു കർക്കിടകത്തിൻ്റെ 3ഉം 4ഉം തവണ രാമായണം വായിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിച്ച് തീർന്നില്ല എന്നൊരു വിഷയമേ ഇല്ല. നിങ്ങൾക്കത് രാമായണ മന്ത്രങ്ങൾ എല്ലാ ദിവസവും ഉയരുക, അതാണ് പ്രധാനം. അപ്പോൾ വായിച്ച് തീർന്നു പോയെങ്കിൽ വീണ്ടും നമ്മൾ വായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അവസാനത്തെ ചോദ്യമാണ്, കർക്കിടക പാരായണത്തിൽ ഉത്തര രാമായണം വായിക്കാൻ പാടുണ്ടോ? ഇതിനിടയിൽ നമ്മുടെ സംശയ നിവാരണ ഗ്രൂപ്പിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ചോദ്യം. കർക്കിടക മാസത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ പാരായണം ചെയ്യുമ്പോൾ തന്നെ അതിൽ ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് വായിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അത് വായിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. പക്ഷേ ഈ അധ്യാത്മ രാമായണത്തിലെ ഈ 6 കാണ്ഡങ്ങൾ മാത്രം വായിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് കഥക്കൊരു സമാപ്തിയുള്ളത്, പരിസമാപ്തിയാണ് അവിടെ ഉള്ളത്. കാരണം ശ്രീരാമൻ ജനിക്കുന്നത് മുതൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വരെ കഥ പരിപൂർണമായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് വേറെ കഥകളൊന്നും കയറി വരുന്നില്ല. എന്നാൽ ഉത്തരകാണ്ഡം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗമല്ല. അത് പട്ടാഭിഷേകത്തിന് അവിടെ തീർന്നു. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് വരുന്നത് വെച്ചാൽ രാവണൻ്റെ ഉത്ഭവം, അസുരന്മാരുടെ ഉത്ഭവം, അതുപോലെ പിന്നെ പട്ടാഭിഷേകത്തിന് ശേഷം നടന്നിട്ട് കുറേ സംഭവ വികാസങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അല്ലാത്തത് കൊണ്ടാണ് നമ്മളത് വായിക്കാതിരിക്കുന്നത്. അത് വെച്ച് വായിക്കുന്നുണ്ടോ ഒരു ദോഷവുമില്ല. ഉത്തരകാണ്ഡം, ഉത്തരരാമായണം എന്നൊക്കെ പേരിൽ പറയപ്പെടുന്നുണ്ട്. ഉത്തരകാണ്ഡമാണത്. ഉത്തരരാമായണം ചില ആൾക്കാർ അതിന് പറയുന്നു. പക്ഷെ അത് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ രാമായണത്തിൻ്റെ, അധ്യാത്മ രാമായണത്തിൻ്റെ തുടക്കത്തിൽ വരേണ്ട കുറേ ഭാഗങ്ങൾ, ഒടുക്കത്തിൽ വരേണ്ട കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളത് വായിക്കാതിരിക്കുന്നത്. അത് വായിക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ വായിക്കുന്നുമുണ്ട്. അതൊരു ദോഷമായിട്ട് കാണേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാമായണം വായിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പരമാവധി പദം മുറിക്കാൻ വേണ്ടി നോക്കുക. കഴിയണമെന്നില്ല, എന്നാലും മറ്റാരുടെയെങ്കിലും വായിക്കുന്നത് കേട്ടിട്ട് നമ്മൾ അതിനോടൊപ്പം ഒന്ന് വായിക്കുമ്പോൾ പദം മുറിച്ച് വായിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ പദം മുറിച്ചില്ല എങ്കിലും അക്ഷരശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. സാധിക്കണമെന്നില്ല, എന്നാലും ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ
ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഇതാ നോക്ക്, തൊട്ട് താഴെ കമൻറ്റ് എന്ന് കണ്ടില്ല, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലോ, നോക്കുക താഴെ. അത് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു എഴുതേണ്ട സ്ഥലം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കുക, എഴുതിയിടുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉത്തരവുമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടെ എഴുതിയിട്ടാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിനെ തുടർന്ന് ഇതുപോലത്തെ ഇനിയും നിരവധി വീഡിയോകൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുകയും വേണ്ടു. അവിടെ ഇതുവരെ തൊട്ട് കൊടുക്കുന്നതിന് ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക, തീർന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്തായാലും തന്നെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ